ഓസ്ട്രേലിയക്കെതിരായ ആവേശകരമായ T20 പരമ്പരയുടെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രകടനത്തെക്കുറിച്ചും ടീമിലെ അദ്ദേഹത്തിന്റെ പങ്കിനെക്കുറിച്ചും ചൂടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മുൻ ഇന്ത്യൻ ഓപ്പണർ സദഗോപൻ രമേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വാഷിംഗ്ടൺ സുന്ദറിനെ ടീം കൂടുതൽ മികച്ച രീതിയിൽ ഉപയോഗിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. താരത്തിന് ലഭിക്കുന്ന അവസരങ്ങളുടെ കുറവ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രമേശ് ഉപയോഗിച്ച വാഹന ഉപമ സുന്ദറിനോടുള്ള ടീം മാനേജ്മെന്റിന്റെ സമീപനം എത്രത്തോളം നീതിയുക്തമല്ലെന്ന് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ കഴിയും, പക്ഷേ ഈ പരമ്പരയിൽ ഒരു സൈക്കിൾ മാത്രമാണ് ഇതുവരെ ഓടിക്കാൻ നൽകിയത്. എന്നാൽ ഒന്നും ഓടിക്കാൻ അറിയാത്ത പലർക്കും ബൈക്കുകളും ബെൻസ് കാറുകളും നൽകുന്നു എന്ന് രമേശ് പറഞ്ഞു. വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രതിഭയും ഓൾറൗണ്ട് മികവും കണക്കിലെടുത്ത് ഇന്ത്യ അദ്ദേഹത്തെ കൂടുതൽ നന്നായി ഉപയോഗിക്കേണ്ടതുണ്ടെന്നാണ് രമേശിന്റെ പ്രധാന ആവശ്യം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ടീം സെലക്ഷൻ രീതികളെ കുറിച്ചുള്ള ഒളിയമ്പായി മാറി. കരാറയിൽ നടന്ന 4ാം T20 മത്സരത്തിൽ ഇന്ത്യ 48 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയപ്പോൾ സുന്ദറിന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. ഈ മത്സരത്തിൽ അദ്ദേഹം 8 പന്തുകളിൽ നിന്ന് 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. 4ാം T20യിൽ സുന്ദറിന് ബൗളിംഗ് നൽകിയത് 17ാം ഓവറിൽ മാത്രമായിരുന്നു. മുൻനിര ബൗളർമാർ ഓവറുകൾ പൂർത്തിയാക്കിയ ശേഷം വളരെ വൈകിയാണ് അദ്ദേഹത്തിന് പന്തെറിയാൻ അവസരം ലഭിച്ചത്. ലഭിച്ച അവസരം അദ്ദേഹം പാഴാക്കിയില്ല. വെറും 8 പന്തുകൾ മാത്രം എറിഞ്ഞ സുന്ദർ 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ തകർത്തു. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഈ പ്രകടനം അടിവരയിടുന്നു. 3ാം T20 മത്സരത്തിൽ സുന്ദറിന് ബൗളിംഗിൽ ഒരു അവസരം പോലും ലഭിച്ചിരുന്നില്ല. എന്നാൽ ബാറ്റിംഗ് ലഭിച്ചപ്പോൾ അദ്ദേഹം ടീമിനായി ശ്രദ്ധേയമായ സംഭാവന നൽകി. 3ാം മത്സരത്തിൽ വെറും 23 പന്തുകളിൽ നിന്ന് 49 റൺസ് നേടി സുന്ദർ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ ഇന്നിംഗ്സ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വൈദഗ്ധ്യം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു. സുന്ദറിന്റെ 3ാം T20യിലെ ബാറ്റിംഗ് പ്രകടനത്തെ രമേശ് പ്രശംസിച്ചു. അവൻ അവിശ്വസനീയമായ ഒരു ഇന്നിംഗ്സ് കളിച്ചു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവസരം ലഭിച്ചാൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ തിളങ്ങാൻ സുന്ദറിന് കഴിയുമെന്ന് രമേശ് പറഞ്ഞു. T20യിൽ ഇന്ത്യക്ക് വേണ്ടി നിശബ്ദമായി സംഭാവന നൽകുന്ന താരമാണ് സുന്ദർ. അദ്ദേഹത്തിന്റെ പ്രകടനം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിലും ടീമിന് അതൊരു മുതൽക്കൂട്ടാണ്. സുന്ദറിന്റെ ബൗളിംഗ് ശരാശരി 22.17 ആണ്. ഒരു സ്പിൻ ബൗളറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച ഒരു കണക്കാണ്. കൃത്യതയോടെ പന്തെറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ബൗളിംഗ് ശരാശരിക്ക് പുറമെ സുന്ദർ തന്റെ ഇക്കണോമി റേറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് T20 ക്രിക്കറ്റിൽ മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് സൂചിപ്പിക്കുന്നു. T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യൻ ബോളിംഗ് നിര മികച്ചതാണെങ്കിലും ബാറ്റിംഗിൽ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ടെന്ന് രമേശ് അഭിപ്രായപ്പെട്ടു. ഓൾറൗണ്ടർമാരെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം അടിവരയിട്ടു. ആധുനിക T20 ക്രിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറിനെ പോലെയുള്ള ഓൾറൗണ്ടർമാർക്ക് നിർണായകമായ പങ്കുണ്ട്. മികച്ച ബൗളിംഗിന് പുറമെ താഴെ നിരയിൽ ഇറങ്ങി വേഗത്തിൽ റൺസ് നേടാനും ഇവർക്ക് കഴിയണം. നിലവിൽ ടീമിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ തുടങ്ങിയ മറ്റ് സ്പിൻ ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം സുന്ദറിന് കൂടുതൽ വെല്ലുവിളിയാകുന്നുണ്ട്. വാഷിംഗ്ടൺ സുന്ദറിനെ ടീം ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് മുൻ കളിക്കാർക്കിടയിലും ക്രിക്കറ്റ് വിദഗ്ധർക്കിടയിലും ചർച്ചകൾ സജീവമാണ്. അദ്ദേഹത്തിന് കൂടുതൽ ബാറ്റിംഗ് അവസരങ്ങൾ നൽകണമെന്ന വാദവും ശക്തമാണ്. പരമ്പരയുടെ അവസാന മത്സരത്തിന് മുമ്പ് രമേശ് ഈ വിഷയം ഉയർത്തിയത് സുന്ദറിന്റെ പങ്കിൽ ടീം മാനേജ്മെന്റ് ശ്രദ്ധ നൽകുമെന്ന പ്രതീക്ഷയിലാണ്. വാഷിംഗ്ടൺ സുന്ദർ ഈ വിമർശനങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം വിമർശനങ്ങളെ അപ്രസക്തമാക്കുന്നു. വാഷിംഗ്ടൺ സുന്ദർ എന്ന ഓൾറൗണ്ടർക്ക് ടീം മാനേജ്മെന്റ് ഇനി എത്രത്തോളം വാഹനങ്ങൾ ഓടിക്കാൻ നൽകുമെന്നത് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു.